ഈ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയോട് തന്നെ ചോദിക്കേണ്ടതായിട്ടുള്ള ഒരു രാഷ്ട്രീയ കൗതുകം നിറഞ്ഞ ഒരു ചോദ്യം കൂടി മാത്രം, അതിനുശേഷം താങ്കളെയും വിടാൻ എനിക്കൊരു ഇടവേളയിലേക്കും പോകണം. അതായത് ഈ 100 ദിന കർമ്മ പരിപാടി നോക്കിയാൽ 47 വകുപ്പുകളിലായി 13,013 കോടി 40 ലക്ഷം രൂപയുടെ പദ്ധതികളൊക്കെ ഉണ്ട്. 1070 പദ്ധതികൾ. അതിൽ തന്നെ 2,59,384 തൊഴിലവസരങ്ങൾ ഈ 100 ദിവസം കൊണ്ട് സൃഷ്ടിക്കാനാകും. 706 പദ്ധതികൾ പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യും. 364 പദ്ധതികളുടെ നിർമ്മാണ ഉദ്ഘാടനമോ പ്രഖ്യാപനമോ ഉണ്ടാകും എന്ന് ഈ സർക്കാർ പറഞ്ഞാൽ ഈ സർക്കാരിനെ ജനം അത് വിശ്വസിക്കും. കാരണം അത് ചെയ്യാൻ ശേഷിയുള്ള സർക്കാരാണെന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല. അത് ശ്രീ പൊടിപ്പാറയ്ക്ക് പോലും ഉണ്ടെന്ന് വിചാരിക്കുന്നത്. കാരണം അത്ര ഓപ്പണായിട്ടാണ് ചെയ്ത കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. അതിനെ പ്രതിപക്ഷത്തിന് ഡിസ്പ്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ പ്രശ്നം ശ്രീ എം പി രാജേഷ്, ഇപ്പോൾ ഈ സർക്കാരിനെ വിമർശിക്കുന്ന ആളുകൾ, എതിർക്കുന്നവർ പറയുന്നൊരു കാര്യം, ഒന്നാം പിണറായി സർക്കാർ നല്ലതായിരുന്നു, രണ്ടാം പിണറായി സർക്കാർ അത്ര പോരാ എന്ന് താങ്കളടക്കം അംഗങ്ങളായിട്ടുള്ള ഈ സർക്കാരിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഈ രാഷ്ട്രീയ കൗതുകം നിറഞ്ഞ ഒരു ചോദ്യം എന്ന് പറഞ്ഞത്. ആ ഒരു ഭാഗം കൂടി കേട്ടുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ പല പരിശോധനകളും പല ചർച്ചകളും കടന്നു പോകുന്നത്. ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. എന്താണ് മറുപടി? ജനങ്ങളിൽ നിന്ന് അകന്നു എന്ന് പറയാൻ വെമ്പൽ കൊള്ളുന്നൊരു അന്തരീക്ഷം കേരളത്തിലുണ്ട്. ഒരു റിയാക്ഷൻ എന്താണ്? നോക്കൂ, ഞാൻ സ്ഥലത്തെ ഈ പറയുന്ന മാധ്യമങ്ങൾ, ഒന്നാം പിണറായി സർക്കാർ കേമമായിരുന്നു എന്ന് പറയുന്ന മാധ്യമങ്ങൾ, ആ സർക്കാരിന്റെ കാലത്ത് അങ്ങനെയല്ലാട്ടോ പറഞ്ഞിട്ടുള്ളത്. ആ സർക്കാരിന്റെ കാലത്ത് ഈ ഗവൺമെന്റ് ഇതുപോലെ മോശമായൊരു ഗവൺമെന്റ് വേറെ ഇല്ല എന്നായിരുന്നു പറഞ്ഞത്. കിഫ്ബിയുടെ ഒക്കെ കാര്യം ഇവിടെ പറഞ്ഞല്ലോ. കിഫ്ബിയുടെ ഒക്കെ പേരിൽ എന്തൊരു തരം ആക്രമണമായിരുന്നു ഡോക്ടർ ഐസക്കിനെ പോലുള്ള ആളുകൾക്കൊക്കെ നേരെ ഉണ്ടായിട്ടുള്ളത്. അന്ന് പറഞ്ഞത് 2019 തെരഞ്ഞെടുപ്പിലും ഇതുപോലെ ഒരു സീറ്റ് ഒഴികെ ബാക്കിയെല്ലാം പരാജയപ്പെട്ടല്ലോ. അന്ന് പറഞ്ഞത് എന്താ? ഇതുപോലെ മോശമായൊരു ഗവൺമെന്റ് ഉണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോഴാണ് പറയുന്നത് അതിന് ആ ഗവൺമെന്റിനെ യഥാർത്ഥത്തിൽ അതിനെ പറയേണ്ടത് നിന്ദാസ്തുതി എന്നാണ്. അതിനെ ഇപ്പോ അത് കേമമായിരുന്നു എന്ന് പറയുന്നത് സ്തുതിയല്ല, നിന്ദാസ്തുതിയാണ്. ഏതുപോലെയാണെന്ന് അറിയാമോ? ഇപ്പോ പല ഇടതുപക്ഷ നേതാക്കളെയും കമ്മ്യൂണിസ്റ്റ് നേതാക്കളെയും ജീവിച്ചിരിക്കുന്ന കാലത്ത് വേട്ടയാടുകയും മരിച്ചാൽ അവരൊക്കെ മഹാന്മാരായിരുന്നു, എന്തു നല്ല നേതാക്കളായിരുന്നു എന്ന് പറയുന്നില്ലേ? ഇപ്പൊ KG ജീവിച്ചിരുന്ന കാലത്ത് അധിക്ഷേപിക്കുകയും ഒക്കെ ചെയ്ത, കാലൻ വന്ന് വിളിച്ചിട്ടും ഗോപാലനെ പോവാത്തു എന്നും മുദ്രാവാക്യം നാടാണ്. ആ കേരളത്തിൽ പിന്നീട് KG മഹാനായിരുന്നു എന്ന് പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ മൺമറഞ്ഞു പോയവർ മഹാന്മാരായിരുന്നു എന്ന് പറഞ്ഞതുപോലെയേ ഉള്ളൂ. ഒന്നാം സർക്കാർ നന്നായിരുന്നു എന്ന് പറയുന്നതിൽ ഇപ്പൊ നഷ്ടമൊന്നുമില്ല. കാരണം ഈ സർക്കാരിനെ ഇകഴ്ത്താൻ ഉപയോഗിക്കാം. അത്രയേ ഉള്ളൂ അത്.